എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ. ഇത്തരമാണ് മൃണാളെ തികഞ്ഞ തന്റെ കടയിൽ വന്നു, തന്റെ ഹംഗ്രി മൃണാളി വന്നു, നാരങ്ങാ വെള്ളം കുടിച്ചു. നാരങ്ങാ വെള്ളത്തിന്റെ സ്ട്രോയ്ക്ക് 1 രൂപ. തികഞ്ഞ തെണ്ടിത്തരം തന്നെ. ഇപ്പെടുന്ന ഫുഡ് ബ്ലോഗറൊക്കെയാണ്. ഫുഡ് ബ്ലോഗർ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നതും അല്ലാത്തതുമായ ഭക്ഷണശാലകളിൽ കയറി ഫുഡ് അടിക്കുക, എന്നിട്ട് കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങും മുന്നേ അതിന് കുറ്റം പറയുക. എന്തൊക്കെയോ ഹോബികളാണ്. സ്വാഭാവികം. കയ്യിലിരിപ്പും വായിലെ നാക്കും മൂലം ഇപ്പോൾ കേരളത്തിലെ ഹോട്ടലുകളിൽ പലതിലും മൃണാളിനെ കയറ്റാറില്ല. മലയാളികളുടെ പൊതുവെയുള്ള സ്വഭാവം കൂടി കുട്ടി വായിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഇവന് 2 എണ്ണം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാ, അത് ശരിയാ. എന്താ ഉറക്കം വരുന്നു. മറ്റ് ഹോട്ടലുകാർ കയറ്റാത്തത് കൊണ്ടാണോ, ബുദ്ധി കൂടി തലയിൽ ഉണ്ടായിരുന്നു, ബുദ്ധി കുറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, മൃണാൾ ഒരു ഹോട്ടൽ തുടങ്ങുന്നു. ഹംഗ്രി മൃണാൾ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. ഗതികെട്ടവന്റെ തല മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്ത അനുഭവമായിരുന്നു മൃണാൾ സ്വന്തമായി ഹോട്ടൽ തുടങ്ങിയപ്പോൾ. ഹോട്ടൽ നടത്തിപ്പ് ഇങ്ങനെ വേണമെന്ന് ഇന്ത്യയിലെ ഹോട്ടൽ ഭീകരന്മാർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന അവതാരമാണ് മൃണാൾ. അതിന്റെ രുചിയും സ്വാദും രുചിച്ചു നോക്കാതെ തന്നെ പറയാൻ കഴിയുന്ന ഭീകരൻ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മൃണാൾ ഇത്രകാലം കേരളം മുഴുവൻ നടന്ന് പറഞ്ഞതൊന്നും മൃണാളിന്റെ കടയിൽ ഇല്ലെന്ന് മനസ്സിലായത്. ഭക്ഷണത്തിന്റെ രുചി കുറവ്, അളവ് കുറവ്, ടോക്കൺ സമ്പ്രദായം, പാറി പറന്നു കിടക്കുന്ന ഈച്ചകൾ, വിലക്കുറവ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നു. മറ്റുള്ളവരുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തിരുന്ന കഷായത്തിന്റെ കയ്പും ചവർപ്പും സ്വന്തമായി അറിഞ്ഞ് മൃണാൾ വിയർക്കുകയാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ചോറിന് ഇവിടെ 20 രൂപയുള്ളൂ കേട്ടോ, സാധാരണക്കാർക്ക് പറ്റിയ ഊണ്. കേൾക്കാൻ നല്ല സുഖമുണ്ട്, കുളിര് കോരും. പച്ചച്ചോറിന് മാത്രമാണ് 20 രൂപ. സാമ്പാറിന് വേറെ 20 കൊടുക്കണം, മോരിന് കൊടുക്കണം 20, പച്ചക്കറി തോരന് കൊടുക്കണം 20, പപ്പടത്തിന് കൊടുക്കണം 7 രൂപ. ചോറ് രണ്ടാമത് ചോദിച്ചാലും ഈ 20 കൊടുക്കണം. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. കൊല്ലത്ത് മാത്രമല്ല വേറെ പലയിടത്തും കിട്ടുമെന്നാണ് ഇപ്പോൾ അണ്ണൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കൊടുക്കുമ്പോൾ ഉള്ള സുഖം കിട്ടുമ്പോൾ ഇല്ലെന്ന് അണ്ണന് മനസ്സിലായി കാണും. കിട്ടുമ്പോൾ ഇങ്ങനെ കിടന്ന് മോങ്ങരുത്. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.